My dear students, today we can study about plants, earth's wealth. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് എന്നതിനെക്കുറിച്ച് പഠിക്കാം. We all know organisms need energy to perform life activities. ജീവികൾക്ക് ജീവധർമ്മങ്ങൾ നിർവഹിക്കാൻ ഊർജം കൂടിയേ തീരൂ. Sunlight is the primary source of energy on the earth. സൗരോർജമാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ മുഖ്യ ഉറവിടം. The energy required for the existence of life on earth is obtained through photosynthesis. ജീവലോകത്തെ നിലനിർത്താൻ വേണ്ട ഊർജം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. Plants convert solar energy into chemical energy through photosynthesis. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. Animals do not have the ability to use solar energy directly. ജന്തുക്കൾക്ക് സൗരോർജത്തെ നേരിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇല്ല. They depend on plants directly or indirectly for energy. ജന്തുക്കൾ ഊർജത്തിനായി നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. Plants also release oxygen during photosynthesis. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. Plants prepare glucose during photosynthesis and that is converted first to starch and then to sucrose and stored in different forms in different plant parts. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ ഫലമായി ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആദ്യം അന്നജമായും പിന്നീട് സൂക്രോസായും മാറി വിവിധ രൂപങ്ങളിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. Plants regulate the level of oxygen and carbon dioxide in the atmosphere through the process photosynthesis. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നു. Most plant parts have economic importance in one way or the other. മിക്ക സസ്യഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമ്പത്തിക പ്രാധാന്യം ഉള്ളവയാണ്. Can you say the name of some products of economic importance produced by plants? They are coffee, rubber latex, pepper, കൊക്കോ എക്സിട്ര. സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? അവയാണ് കാപ്പി, റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന റബ്ബർ പാൽ, കുരുമുളക്, കൊക്കോ എന്നിവ. A variety of value added products are made from them. ഇവയിൽ നിന്ന് വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. Plants give us shade
and we get timber and firewood from trees. സസ്യങ്ങൾ നമുക്ക് തണൽ നൽകുന്നു. അവ നമുക്ക് തടിയും പാചകത്തിനുള്ള വിറകും നൽകുന്നു. So many plants are used as medicine. കുറേ സസ്യങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു. The service provided by plants for the sustenance of the biological world is unique. ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. Plants are the cheapest and effective natural mechanism for the purification of air. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ. How plants purify the air? എങ്ങനെയാണ് സസ്യങ്ങൾ വായു ശുദ്ധീകരണം നടത്തുന്നത്? Plants absorb carbon dioxide from the atmosphere and release oxygen. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. By doing this, plants provide invaluable service to the living world. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സേവനമാണ് സസ്യങ്ങൾ ജീവലോകത്തിന് ചെയ്യുന്നത്. Plants are called as the lungs of the earth. സസ്യങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. Why plants are called as the lungs of the earth? Plants are the cheapest and effective natural mechanism for the purification of air. Plants offer service to the biological world by absorbing carbon dioxide from the atmosphere and releasing oxygen. It is estimated that plants give out approximately 118 kilograms of oxygen when they use 1 ton carbon dioxide. എന്തുകൊണ്ടാണ് സസ്യങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് വിളിക്കുന്നത്? ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സേവനമാണ് സസ്യങ്ങൾ ജീവലോകത്തിന് ചെയ്യുന്നത്. സസ്യങ്ങൾ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ 118 കിലോഗ്രാം ഓക്സിജൻ പുറത്തുവിടുന്നു എന്നാണ് ഏകദേശ കണക്ക്. As the plant cover on the earth decreases, this recycling mechanism stops and air pollution becomes severe. ഭൂമിയിൽ ഈ സസ്യാവരണം കുറയുന്നതിനനുസരിച്ച് ഈ പുനഃചംക്രമണ സംവിധാനം ഇല്ലാതാവുകയും വായുമലിനീകരണം രൂക്ഷമാവുകയും ചെയ്യും. What happens when the plants on the earth decreases? As the plant cover on the earth decreases, the recycling mechanism of oxygen and carbon dioxide stops and air pollution becomes severe. ഭൂമിയിൽ സസ്യങ്ങളുടെ എണ്ണം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഭൂമിയിൽ സസ്യാവരണം കുറയുന്നതിനനുസരിച്ച് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പുനഃചംക്രമണ സംവിധാനം ഇല്ലാതാവുകയും വായുമലിനീകരണം
രൂക്ഷമാവുകയും ചെയ്യും. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ഹൗ പ്ലാന്റ്സ് ഹെൽപ്പ് ഇൻ ദി മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇനി നമുക്ക് സസ്യങ്ങൾ എങ്ങനെയാണ് പ്രകൃതി ദുരന്ത ലഘൂകരണത്തിൽ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. Plants have a major role in the mitigation of natural disasters. പ്രകൃതി ദുരന്ത ലഘൂകരണത്തിലും സസ്യങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. Mangrove forests help in controlling tsunami to some extent. കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധി വരെ തടയുന്നു. ബാംബു ഫോറസ്റ്റ്, റീഡ് ഗ്രാസ്, വെറ്റിവർ, ലെമൺ ഗ്രാസ് എക്സെട്ര പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിംഗ് ഡ്യൂറിംഗ് ഫ്ലഡ്. മുളങ്കാടുകൾ, ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. Trees and bushes in mountains and hills prevent soil erosion and landslide. മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നു. It is not when natural calamities happen that one should think about nature conservation. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴല്ല പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നാച്ചുറൽ കൺസർവേഷൻ ഷുഡ് ബിക്കം പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് എവ്രിവൺസ് ലൈഫ്. പ്രകൃതി സംരക്ഷണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകണം. Nature should be used wisely and preserved for the generations to come. പ്രകൃതിയെ വിവേകപൂർവം ഉപയോഗിച്ച് നാളത്തെ തലമുറയ്ക്ക് കൈമാറുകയും വേണം. It is our duty to preserve the nature for the generations to come. നാളത്തെ തലമുറയ്ക്ക് ഈ പ്രകൃതിയെ ഏറ്റവും നല്ല രീതിയിൽ കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ദി പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ ഹരിത സസ്യങ്ങളാണ്. ഹെൻസ് ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ, nurturing of plants should be considered as one's prime responsibility. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൽ സസ്യങ്ങളുടെ പരിപാലനം നമ്മുടെ മുഖ്യ കടമയായി നാം ഏറ്റെടുക്കണം. Why? For the conservation of nature, nurturing of plants should be considered as one's prime responsibility. Conservation of nature is considered as one's prime responsibility because green plants are the protectors of biosphere. Nature should be used wisely and preserved for the generations to come. Hence, for the conservation of nature, nurturing of plants should be considered as one's prime responsibility. എന്തുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണത്തിൽ സസ്യപരിപാലനം മുഖ്യ കടമയായി നാം ഏറ്റെടുക്കേണ്ടത്? ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകനാണ് ഹരിതസസ്യങ്ങൾ. പ്രകൃതിയെ വിവേകപൂർവം ഉപയോഗിച്ച് നാളത്തെ തലമുറയ്ക്ക്
നാം പ്രകൃതിയെ കൈമാറുകയും വേണം. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൽ സസ്യപരിപാലനം മുഖ്യ കടമയായി നാം ഏറ്റെടുക്കണം.